ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പൊളിറ്റിക്കൽ അഫയേഴ്സ് അത് തീരുമാനിച്ചതായിട്ട് വളരെ സംക്ഷിപ്തമായ ഒരു വിവരമാണ് കിട്ടിയത്. എന്നാൽ സെൻസസിന്റെ ഭാഗമായി ജാതീയമായ സ്ഥിതി എന്താണ്, വ്യത്യസ്ത ജാതി വിഭാഗങ്ങളുടെ എന്നുള്ള വിവരവും ഇരിക്കുമെന്ന് പറഞ്ഞു എങ്കിലും എപ്പോഴാണ് സെൻസസ് എടുക്കുക എന്നുള്ളത് ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അത് സ്ത്രീ സംവരണത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ ആകുമോ ഇത്? വനിതാ സംവരണം സെൻസസിന് ശേഷം നടക്കും എന്ന് പ്രതീക്ഷിക്കുമ്പോൾ ഇത് മൊത്തം നീണ്ടുപോകുമോ എന്നുള്ള ഉത്കണ്ഠയാണ് ആദ്യമായി പ്രകടിപ്പിക്കാനുള്ളത്. എന്തായാലും CPIM ഉൾപ്പെടെ ഒട്ടേറെ പാർട്ടികൾ, പ്രധാനപ്പെട്ട എല്ലാ പാർട്ടികളും BJP ഒഴികെ ആവശ്യപ്പെട്ടുള്ളൊരു കാര്യമാണിത്. പാർലമെന്റിൽ ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള ജാതീയമായ വിവരങ്ങൾ കൂടി സെൻസസിന്റെ ഭാഗമായിട്ട് സമാഹരിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് 4 ജാതി മാത്രമേ ഉള്ളൂ എന്നാണ്. എന്നിട്ട് അത് അദ്ദേഹം പാർലമെന്റിൽ തന്നെ വിശദീകരിച്ചു. പിന്നെ സ്ത്രീകൾ, യുവാക്കൾ, തൊഴിലാളികൾ, കർഷകർ, ഇങ്ങനെയുള്ള 4 രീതി എന്റെ ഓർമ്മയിൽ ഞാൻ പറയുന്നതാണ്. അപ്പം അത്തരമൊരു നിലപാടെടുത്തിരുന്ന പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിനെ സ്വാഗതം ചെയ്യുകയാണ്. ഇത് നല്ലതാണ്. പക്ഷേ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഉണ്ടാവണം. 2, ഈ സെൻസസ് തന്നെ ഇത്രയും വൈകിയത് സമയത്ത് സെൻസസ് നടത്തി കോവിഡ് കാരണം അത്യാവശ്യം ഒഴിവാക്കാൻ പറ്റാത്ത വൈകൽ മനസ്സിലാക്കാം. എന്നാൽ ഇതിനു മുമ്പ് നടക്കേണ്ടതായിരുന്നു, അതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിരുന്നു. അങ്ങനെ സമയബന്ധിതമായി നടപടികൾ സ്വീകരിച്ചിരുന്നു എങ്കിൽ പലതരത്തിൽ അവശതകളുള്ള, സാമ്പത്തികമായിട്ട് അടക്കം അവശതയുള്ളവർക്ക് ആനുകൂല്യങ്ങളും അവകാശങ്ങളും ലഭ്യമാക്കുന്ന തരത്തിൽ പ്ലാനിംഗ് പുനഃക്രമീകരിക്കേണ്ടതാണ്. അതിനുവേണ്ടിയിട്ടാണ് ഈ സെൻസസ്. അപ്പോൾ സെൻസസ് മൊത്തത്തിൽ ഇപ്പോൾ ഇത്രത്തോളം വൈകിച്ചതിന്റെ ആഘാതം ഇന്ത്യൻ സമൂഹത്തിലെ അവശരും ആർത്തന്മാരും അവഗണിക്കപ്പെടുന്നവരുമായ ജനവിഭാഗങ്ങൾക്കുണ്ട് എന്ന കാര്യവും കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. RSS ഒരു കാലത്തല്ല ശക്തമായിട്ട് എതിർക്കുന്നതാണ് ഈ ജാതീയത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജാതിപരമായി കണക്കെടുക്കുക എന്നുള്ളത്. മറ്റൊന്ന് BJPയുടെ പല നേതാക്കളും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ജാതിയുടെ പേരിൽ ഒരു മതവിഭാഗത്തെ വേർതിരിക്കാൻ ശ്രമിക്കുകയാണെന്ന്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനൊരു തീരുമാനം ഇപ്പോൾ വരുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അത് RSS ഈ ജാതി സെൻസസിനെതിരായിരുന്നു. ഞങ്ങൾ ഒരുമിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സമുദായത്തെ ഭിന്നിപ്പിക്കാനാണ് ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള കണക്കെടുപ്പ് സഹായിക്കുക എന്നെല്ലാം പറയാറുണ്ടായിരുന്നു. അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരെല്ലാം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ഇപ്പോഴും ധൈര്യം കാണിക്കുന്നില്ല. അതിന്റെ സമീപത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ എത്തരത്തിലാണ് ആക്രമിക്കപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾ അറിയാം. അപ്പം ഈ ഹിന്ദു മതം എന്ന അടിസ്ഥാനത്തിൽ വിശാലമായി പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഈ സവർണ വിഭാഗങ്ങൾ തയ്യാറായിട്ടില്ല. ചാതുർവർണ്ണ്യം മറ്റു രൂപത്തിൽ നടപ്പായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം അങ്ങനെ പറഞ്ഞിരുന്നവർ കൂടി ചേർന്ന് ഇത്തരത്തിലൊരു കണക്കെടുപ്പ് നടത്താൻ എന്തുകൊണ്ട് തയ്യാറാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്, അത് ഇതിനകത്തൊരു ഘടകമാകാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായിരുന്ന ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് ജനസ്വാധീനത്തിൽ വലിയ ഇടിച്ചിൽ യഥാർത്ഥത്തിൽ BJPക്കുണ്ടായി. അത് പരിഹരിക്കാൻ ഇതൊരു പക്ഷേ സഹായകമായിരിക്കും. അങ്ങനെയുള്ള പല കണക്കൂട്ടലുകളും ഉണ്ടാകാം. പക്ഷെ അതിലേക്കൊന്നും പോകാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വൈകിയാണെങ്കിൽ പോലും ഇത്തരമൊരു തീരുമാനം പ്രഖ്യാപിച്ചതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അത് സമയബന്ധിതമായി നടപ്പാക്കാൻ വേണ്ട നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകും.